അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഉറച്ചിരുന്നാൽ നേരിട്ട് വരുന്നേ. ആശാരിയല്ല, അരശീജി. ഞാൻ ഗന്ധർവൻ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മച്ചിയാണ് ഞാൻ ഗന്ധർവനാണ്. നിങ്ങൾക്ക് മാലുണ്ട്, വളയുണ്ട്, തലക്കിലും സാധനമുണ്ട്. സത്യമായിട്ട് ഞാൻ ഗന്ധർവനാണ്. അതല്ല, ഗന്ധർവന്മാർ സുന്ദരന്മാരാണെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെന്താ, ഒറ്റ ലൈറ്റ് ഒപ്പയ്ക്ക് നോക്കിയേ ഞാൻ സുന്ദരനല്ലേന്ന്. പിന്നെ ആനപ്പിണ്ടത്തിന് സമ്മാനിട്ട പോലെയുണ്ട്. ഗന്ധർവൻ എങ്ങനെ ഇവിടെ എത്തി? അത് ഗന്ധർവലോകത്ത് തെറ്റുകൾ ചെയ്തതിനുള്ള ശിക്ഷയാ. ഭൂമിയിൽ വന്ന് ഏതെങ്കിലും കന്യകമാരെ ഗർഭിണികളാക്കണം, എന്നാലേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ. കഷ്ടം. അപ്പൊ ഗന്ധർവലോകത്ത് ആരും തെറ്റിയില്ലായിരിക്കും അല്ലേ? പിന്നെ അവിടെ തെറ്റിയ പണി ഗന്ധർവന്മാരുടെ ക്യൂ അല്ലേ. ഗംഗേ, ഇനി നീ എന്റേത് മാത്രമാണ്. എന്റെ ഗന്ധേട്ടാ. ഗംഗേ ഞാൻ ഇന്ദുചൂടൻ. എല്ലാവരും എന്നെ അച്ചു എന്ന് വിളിക്കും. ഒരു ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ആരുണ്ട് നിന്റെ കൂടെ? ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല. എന്തുവാരേ ഇത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഉച്ചക്കഞ്ഞിക്ക് ബെല്ലടിച്ചപ്പോ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നീ എന്താ അങ്ങോട്ട് പോകാത്തെ? എന്റെ സഞ്ചിച്ചേട്ടന്റെ തോളത്ത് കിടക്കല്ലേ? പോടാ. അതാ ഞാൻ പറഞ്ഞത്, ഗംഗ എന്റേത് മാത്രമാണെന്ന്. എന്നാ ഗംഗ തീരുമാനിക്കട്ടെ അവൾ ആരുടേതാണെന്ന്. അയ്യോ, എനിക്കങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. അത് പറ്റില്ല. ഞങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കാതെ ഗംഗയെ ഞങ്ങൾ വിടില്ല. ഇല്ല, ഞങ്ങൾ വിടില്ല, വിടില്ല. എന്ത് ചൂടാടേ? നീ ആ എ സി ഒന്ന് ഓൺ ചെയ്തേ. എടാ, എ സി ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇനിയും തണുപ്പ് പോയിരിക്കും. ആ ജനലോട് അങ്ങ് തുറന്നിട്ടാ മതി. ഏടാ മണ്ട, എ സി ഓൺ ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും ജനല് തുറന്നു പോകും. തണുത്ത് മരവിച്ചു പോയില്ലേ? മഹാദേവ, എന്താണ് എന്റെ കയ്യിൽ? ഏടാ, ഇതേ ഇന്ന് രാവിലെ എനിക്ക് വന്ന കമ്പിയാ. അതെന്ത് പേപ്പർ അല്ലേ? ഇതിൽ പറഞ്ഞിരിക്കുന്നതേ റീച്ച് ദൊറോത്തി ബംഗ്ലാവ് ഇമ്മീഡിയറ്റ്ലി എന്നാ. അത് പ്രേതബാധയുള്ള സ്ഥലമല്ലേ? നീ ആ ഫ്രം അഡ്രസ് ഒന്ന് നോക്കിക്കേ. വലിയ പ്രേതത്തിന്റെ ഇതുവാണോന്ന് അറിയാൻ. ഏടാ മണ്ട, ഫ്രം അഡ്രസ് ഒക്കെ തെറ്റായിട്ട്. എന്നാ ടു അഡ്രസ് ആരുടേതാണെന്ന് നോക്ക്. എന്റെ എടാ, ടു അഡ്രസ് നോക്കിയിട്ട് എന്തുവാടാ കാര്യം? അതെന്തായാലും തെറ്റായിട്ട്. അത് മാത്രം ശരിയാക്കാൻ അവരുടെ പൊട്ടന്മാർ. എന്റെ ബലമായ സംശയം ആരെങ്കിലും സൂയിസൈഡ് ചെയ്തോന്നാണ്. അണ്ണാ, അവനെ അറസ്റ്റ് ചെയ്താലോ? നീ എന്തുവാ മനസ്സിലാക്കിയത്? അതിന് സൂസൈഡ് ആരാണ്ട് ഏതാണ്ട് ചെയ്തല്ലേ? വന്നാട്ട് വന്നാട്ട് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാറേ, ഇത് കണ്ടില്ലേ? ഇനി 1.5 മണിക്കൂർ കൂടെ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കുട്ടിയെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. കല്ലിമലക്കാവിലെ പൂരത്തിനായിരിക്കും. അല്ല, അല്ലെങ്കിൽ പാറവേപ്പള്ളിയിലെ പെരുന്നാളിനായിരിക്കും. അല്ല, മൊബൈലിലെ ബ്ലൂടൂത്തിലാണ്. അത് എന്നെ അവര് ചതിച്ചതാ. അതിൽ
ശബ്ദം വരാനോ? ഇതൊക്കെ ആ ഡൊറോത്തിയുടെ പണിയാണ്. ഞാൻ അന്നേ ഈ കുട്ടിയോട് പറഞ്ഞതാ ഇതിനകത്ത് കേരളേ എന്ന്. എന്റെ അമ്മേ, ഇതൊരു സോഫ്റ്റ്വെയർ പ്ലാനാണ്. ഈ 2 സെല്ലുകൾക്കും ഓരോ പാസ്വേഡ് ഉണ്ട്. ഒന്ന് എൻ്റർ ചെയ്താൽ ആ സെല്ലിലെ ആൾക്ക് രക്ഷപ്പെടാം. പക്ഷെ ആ നിമിഷം അടുത്തത് പൊട്ടിത്തെറിക്കും. ഇറ്റ്സ് എ വൺ മാൻ ഔട്ട് മെയ്സ്. ഒരാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകും. എടാ എന്റെ പട്ടി കഥ പറഞ്ഞിരിക്കാതെ എന്തിനു രക്ഷിക്കണ? നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് അരിച്ചു പറക്കാം. വല്ല ക്ലൂവും കിട്ടാതിരിക്കില്ല. മഹാദേവ, ദേ കണ്ടില്ലേ C40? നമുക്ക് പോയാലോ? നീ എന്തുവാ മനസ്സിലാക്കിയത്? C40 കം ഫോർ ഡിന്നർ നല്ലേ? എടാ അതങ്ങനല്ല. പുറകെ തീയുടെ ചിത്രം കണ്ടില്ലേ? C for the fire എന്നാ. ഇവിടെ എവിടെയെങ്കിലും ഫയർ ഉണ്ടോ എന്ന് നോക്കാൻ. അത് ഞാൻ വന്നപ്പോഴേ നോക്കിയതാ. ഇവിടെ ഫയർ പോയിട്ട് ഒരു നാന പോലും. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു മുത്തിച്ചിട്ട്. സാറേ ഒന്നിങ്ങോട്ട് നോക്കിക്കേ. ആ ഫോട്ടോ രജുറാണിയിലേതാണോ അല്ല കുളിർമഴയിലേതാണോ? എന്താ സംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് ഡ്രൈവിംഗ് സ്കൂളിലേതാണെന്ന് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാമല്ലോ. എടാ അപ്പൂട്ടാ, ഫയറിന് നിങ്ങൾ തീന്നാണോ പറയുന്നത്? അപ്പൊ ക്രൈമിന് എന്ത് പറയും? വെള്ളം. അപ്പൂട്ടാ പ്ലീസ്. എടാ അകത്ത് പോയി വല്ല മെഴുകുതിരിയോ സ്റ്റവ് ഉണ്ടോ നോക്കാൻ. എടോ കള്ള ഫാദറെ, തന്റെ കള്ളബുദ്ധിയാണ് അതിന് പിന്നിലെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാനത് തെളിയിക്കുന്നതിന് മുമ്പ് ഇവരെ മര്യാദക്ക് തുറന്നു വിട്ടോ. സാത്താനാണ് തന്നെ കൊണ്ടിത് പറയിക്കുന്നത്. ഇതൊക്കെ ചെയ്തതാ ഡൊറോത്തിയ. സത്യം മനസ്സിലാക്കുമ്പോ താനെന്നെ തിരികെ വിളിക്കും. ഇപ്പൊ ഞാൻ പോകുന്നു. കിട്ടിയടാ മഹാദേവ, കിട്ടി. നീ ഇതിങ്ങോട്ട് എടുത്തോണ്ട് വന്നു. എടാ അതിന്റെ അടി വല്ലതും ഉണ്ടോ നോക്കാനാ. എടാ ഇവിടെ അല്ലടാ, അകത്ത്. അകത്ത് പോയി നോക്കിയാലും ഇതിന്റെ അടി എന്തുണ്ടാവാനാ? അത് മാത്രമല്ല, അവിടെ ഭയങ്കര ഇരുട്ടാ. എടാ മെഴുകുതിരി ഉണ്ടായിരുന്നതിന്റെ അടി നോക്കാൻ. അതിന് മെഴുകുതിരി എന്റെ കയ്യിലല്ലേ? എടാ അതിപ്പോ കുറച്ചു മുമ്പ് മെഴുകുതിരി അകത്തായിരുന്നില്ലേ? അവിടെ ഞാൻ അതെടുത്തില്ലേ? എടാ അതിപ്പോഴല്ലേ? നീ എടുക്കുന്നതിന് മുമ്പ് അതെവിടായിരുന്നു? ഞാൻ എടുക്കുന്നതിന് മുമ്പ് അതെന്റെ കയ്യിലില്ലല്ലോ. പോടാ മണ്ട. ഇപ്പൊ മെഴുകുതിരി എവിടെയാ ഉള്ളത്? എന്റെ കയ്യില്. അവിടെ വെച്ച് പോ. അപ്പൊ ആ പാസ്വേഡ് എടുക്കണ്ടേ? വേണം. അതാ ഞാൻ പറഞ്ഞത്, ആ മെഴുകുതിരിയുടെ അടിയിൽ പോയി നോക്കാൻ. അതിന് മെഴുകുതിരി എന്റെ കയ്യിലല്ലേ? ഒന്ന് പോടാ, പോയി മണ്ണ് പിടിച്ചു നോക്കും. മണ്ണ് കുറിച്ച് നോക്കാനാണോ ഉദ്ദേശിച്ചത്? ഒന്ന് പോടാ. കണ്ടില്ലേ വെറുതെ ചൂടാവുന്നത്? ചുമ്മാ അല്ല എല്ലാരും മണ്ടാന്ന് വിളിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഏത് ATM-ഉം നിഷ്പ്രയാസം തുറക്കുന്ന ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ. കേരള പോലീസിൽ അവനെ റോബിൻ ഹുഡ് എന്ന് വിളിക്കും. മിസ്റ്റർ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ്. ആരാത്? ഞാനാണ് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. എന്തുവാടേ ഇത്? ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നേ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിന് നടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരിഞ്ഞ്. കൊച്ചുകുഞ്ഞെ ഉടക്കുന്നതൊക്കെ പിന്നെ. ആദ്യം ഇവരെ ഒന്ന് രക്ഷിച്ചാട്ട്. സാറേ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് സോഫ്റ്റ്വെയർ പ്ലാനാണ്. മഹാദേവ, പാസ്വേഡ് കിട്ടിയടാ. ഇതാ 141 121 121 4. നകുലൻ A നെഗറ്റീവ്. ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലൊരു വൈറസ് ഉണ്ട്. എന്നിട്ട് അവരെവിടെ? ആദ്യത്തെ പാസ്വേഡ് എൻ്റർ ചെയ്താൽ ഉടനെ ആ സെല്ലുള്ള ആൾ രക്ഷപ്പെടുന്നു. മറ്റേ സെൽ പൊട്ടിത്തെറിക്കും അല്ലേ? ഈ വൈറസ് വെച്ച് ബഗ് ചെയ്താൽ there will be a delay of 20 minutes. 20 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെൽ പൊട്ടിത്തെറിക്കും. എന്നാ അത് പെട്ടെന്ന് എന്ത് ചെയ്യേ? ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഫാദർ ഡൊമിനിക്കിനെ അറസ്റ്റ് ചെയ്തോന്ന്? ഞാൻ പറഞ്ഞില്ലേ? മിസ്റ്റർ മഹാദേവൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ പൂട്ടിയിട്ട് അസാധ്യമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്ന ദുറോത്തി ബംഗ്ലാവിലെ ആ മനോരോഗി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫാദർ ഡൊമിനിക് അല്ല. അത് നമ്മുടെ ഗംഗയാണ്. അതെങ്ങനെ? അന്നൊരു ദിവസം ഞാനും ഗന്ധർവനും അവളുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ
അത് പറ്റില്ല. ഞങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കാതെ ഗംഗയെ ഞങ്ങൾ വിടില്ല. ഇല്ല, ഞങ്ങൾ വിടില്ല, വിടില്ല. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டேன். உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு ஓக்கார நடந்து விடுவேன். നെക്രോസിസിൽ നിന്നും ഫൈബ്രോസിസ് വഴി സൈക്കോസിസ് വരെ എത്തിയ ഒരു ന്യൂറോ ഫൈബ്രോമറ്റോസിസ് അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു. പിന്നീട് അല്പം മുൻപ് താങ്കളും ഫാദറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി നമ്മൾ കാണില്ല. നിനക്കായി എന്റെ അവസാനത്തെ സമ്മാനം. എന്റെ കയ്യിലൊരു മഞ്ചുണ്ട്, മറ്റേ കയ്യിൽ പറക്കും. നീ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. രണ്ടെണ്ണത്തിലൊന്ന് തിരഞ്ഞെടുക്കാൻ മറ്റേതിനെ നശിപ്പിച്ചു കളയുന്ന ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ. പിന്നീട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്റെ പ്ലാനുകൾ തകർത്ത റോബിൻ ഹുഡിനെ നശിപ്പിക്കാനുള്ള ഒരു ആവേശത്തോടെ ഗംഗ അയാളുടെ നേർക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് ഫാദർ ഡൊമിനിക്കിനെ ഞാൻ കുറ്റപ്പെടുത്തിയത്. രോഗം മറ്റൊരാളിൽ ആരോപിക്കപ്പെടുമ്പോൾ ഗംഗയിലെ മനോരോഗി സന്തുഷ്ടയാണ്. നമ്മളെ രക്ഷിക്കാൻ ഇനിയൊരാൾക്കേ കഴിയൂ. എന്റെ ആശാൻ പ്രൊഫസർ ചാക്കോ മാഷ്. കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് കേസ്, ഓൾമോസ്റ്റ് ഇൻക്യൂറബിൾ. എന്താ ആദ്യത്തെ പാസ്വേഡ്? 141 121 121 4. നകുലൻ എ നെഗറ്റീവ്. How many combinations can have with 4 letters? 1 into 2 into 3 into 11. 4 factorial. 4 into 3 into 2 into 1. നകുലനിലെ എ ഒഴിവാക്കാനാണ് എ നെഗറ്റീവ് പറയുന്നത്. അതായത് NKULN 14 11 21 12 14. ആദ്യത്തെ പാസ്വേഡ്. അതിൽ നിന്ന് എക്ക് കറസ്പോണ്ടിങ് ആയ ഒന്നുകൾ ഒഴിവാക്കിയാൽ we have 4224. This is second password. രക്ഷപ്പെട്ടേ. താങ്ക്സ് ബച്ചാ, താങ്ക്സ്. താങ്ക്യോടാച്ചു, നീ എന്റെ ഗംഗയെ ഒരു വലിയ തെറ്റിൽ നിന്ന് രക്ഷിച്ചു. എനിക്ക് ഒരു ഇഷ്ടമുണ്ട്. അതവിടെ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ സമ്മതിച്ചു കഴിക്കണം.